അച്ഛനെ നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇത് എന്താ പണി തരാണോ സ്റ്റേജിൽ? അപ്പൊ വിചാരിച്ച ഞാൻ കൊടുത്ത പണിയാണ്. അപ്പൊ അഖിൽ സത്യന് അപ്പൊ ഷൂട്ട് തുടങ്ങി. എനിക്ക് തോന്നുന്നു 6ാമത്തെ മാസം നമ്മൾ സിനിമ റിലീസ് ചെയ്തു. അത്രയും സ്പീഡില് നമ്മൾ സിനിമ ഷൂട്ട് തീർത്തു. ഷൂട്ടിന് പോസ്റ്റ് പ്രൊഡക്ഷൻ Shall I hand over mine? Yes. അച്ഛനെ നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇത് എന്താ പണി തരാണോ സ്റ്റേജിൽ? അങ്ങനെ 6 മാസം കൊണ്ട് ഷൂട്ട് തീർത്തു. 6 മാസം കൊണ്ട് ഷൂട്ട് തീർത്തു. ഷൂട്ട് ക്വാളിറ്റിയുള്ള സിനിമയായിട്ട് വന്നു. അപ്പൊ അതിന് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പൊ അങ്ങനെ ക്യാരക്ടറാണ്. അപ്പൊ ഞാനും അഖിൽ എപ്പോഴും റിയനെ കളിയാക്കും. സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാക്കിട്ടില്ല കേട്ടോ. വേറെ ലെവല് പോവാൻ പോവാണ്. അതൊന്നും അറിയാം. ആ സമയത്ത് അതിൻ്റെ കൂടെ സൈഡിൽ കൂടെ എനിക്കും വരാൻ പറ്റി. അതും ഞാൻ ഓൺലൈനിൽ വായിച്ചു. അപ്പം അപ്പോഴാണ് ഞാനും അറിഞ്ഞത് ഞാനും പോയേക്കുമായിരുന്നെന്ന്. അപ്പം ഈ ഒരു പ്രേക്ഷകരുടെ മനസ്സിൽ ഞങ്ങളിവിടെ തിയേറ്ററിക്കൽ സിനിമകളിൽ വീണ്ടും ആക്റ്റീവായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഇനി ഒരംഗമുണ്ടെന്ന് തോന്നിപ്പിച്ചതിനും കോൺഫിഡൻസ് തന്നതിനും അഖിൽ സത്യൻ എന്ന് പറയുന്ന ബാലൻസ് ആയല്ലോ, വിഷമം മാറിയല്ലോ. അപ്പൊ വിചാരിച്ച ഞാൻ കൊടുത്ത പണിയാണ്. അപ്പൊ അഖിൽ സത്യന് ഒരുപാട് നന്ദി. ബിക്കോസ് ഒരു നടൻ ഈസ് ആസ് ഗുഡ് ആസ് ദ ഡയറക്ടർ എന്ന് അനൂപ് മേനോൻ ചേട്ടൻ പറഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. നല്ലൊരു സ്ട്രെയിങ് ആണ്. എന്നെ അനൂപേട്ടോട് ചോദിച്ചു, ഇത് ചേട്ടന്റെ വാക്കുകളാണോ എന്ന് പറഞ്ഞ് ഞാൻ പുറത്ത് പറഞ്ഞോട്ടെ. അങ്ങനെ പറയില്ലെന്ന് പറഞ്ഞു. ഇത് ഏതോ അതിലും വലിയൊരാൾ പറഞ്ഞ, പക്ഷെ അത് വളരെ സത്യമാണ്. ഞങ്ങൾ നിവിൻ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് അതിനുള്ളൊരു അന്തരീക്ഷം അഖിൽ ഉണ്ടാക്കി തന്നു. അവിടെ അഖിലിന്റെ ടീമും ആരനും പോസ്റ്റി തുടങ്ങുന്ന അനിലേട്ടനും ശരണും അദ്ദേഹത്തിന്റെ ടീമും രാജീവ്